ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റാഫി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ഗോപിയാണ്. എങ്ങനെ ചില്ലി ഗോപി ഉണ്ടാക്കുന്നത് നമ്മൾ നോക്കാം. ഇതിനായി നമുക്ക് ആദ്യം കോളിഫ്ലവർ ഒന്ന് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. എൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു ബാറ്റർ ഉണ്ടാക്കണം. അതായത് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ മൈദയും കുറച്ച് പെപ്പറും മഞ്ഞൾപ്പൊടി സാൾട്ട് ഇട്ടിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കി. ഇനി നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാം. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലേക്ക് കൊണ്ടെടുക്കും. അടുത്തതായിട്ട് നമുക്കൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്യാം. അതായത് കുറച്ച് വെജിറ്റബിൾസൊക്കെ കുറച്ച് വലുപ്പത്തിൽ കട്ടാണ്. ഇതുപോലെ നല്ലോണം സോട്ട് ചെയ്തെടുക്കും. ഇനി അടുത്ത് 2 ടേബിൾ സ്പൂണ് സോയ സോസ് ഒഴിക്കുക. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിക്കുക. നമ്മൾ ചില്ലി ഗോപിയിലൊക്കെ വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്യുക. ചോപ്പ് ചെയ്യാതെ കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണം. ഇനി 1 ടേബിൾ സ്പൂണ് ഷുഗർ, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ ഉണ്ട്. ഹൈ ഫ്ലെയിം ഒരു ടീസ്പൂൺ മുളക് പൊടി, അതിലേക്ക് കുറച്ച് ഉപ്പിടുക. ഓൾറെഡി സോയ സോസിലൊക്കെ ഉപ്പുണ്ടാവും, അപ്പം നോക്കിയിട്ട് ഇട്ടാൽ മതി. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇട്ടാൽ മതി.
ഇനി കുറച്ച് മല്ലിച്ചപ്പും പുതിനയൊക്കെ ഒന്ന് ഇട്ടിട്ട് നല്ല അതിനുശേഷം നമ്മൾ പൊരിച്ചെടുത്ത കോളിഫ്ലവർ ഇട്ടിട്ട് നല്ല മിക്സ്. കഴിയുന്നത് ഇതുപോലത്തെ സ്പൂൺ ഒഴിവാക്കിയിട്ട് കോരി ഒഴിവാക്കിയിട്ട് വുഡൻ സ്പൂൺ ഉപയോഗിക്കാം. പെട്ടെന്ന് പൊട്ടിപ്പോവും, കോളിഫ്ലവറൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു പോകും. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളെ ചില്ലി ഗോബി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് അസ്സലാമു അലൈക്കും.